കശ്മീരിൽ ഇടയ്ക്കിടെ കേട്ടിരുന്ന മുന്നറിയിപ്പ് അലാമുകളും ബ്ലാക്ക് ഔട്ടും ഭയപ്പെടുത്തിയിരുന്നതായി കേരളത്തിൽ തിരികെ എത്തിയ മലയാളി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഡ്രോണുകൾ പറക്കുന്നത് കണ്ടിരുന്നതായി വിദ്യാർത്ഥിയായ സനൽ കൂട്ടിച്ചേർത്തു. മടക്കയാത്രയ്ക്കിടെ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിലും മറ്റുമായി കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. സർവകലാശാലയിൽ നിന്നുള്ള അറിയിപ്പനുസരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ചണ്ഡീഗഡ് സർവകലാശാല, കാശ്മീർ സർവകലാശാല തുടങ്ങിയ ഇടങ്ങളിലെ വിദ്യാർത്ഥികളാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മെയിനായിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു രാത്രി. പിന്നെ ഇതേപോലെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബട്ട് മെയിനായിട്ട് അത് ആർമി തന്നെ നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ മെയിനായിട്ട് മിസൈലോ അങ്ങനെന്തെങ്കിലും ആയിട്ടുള്ളൊരിതായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ മെയിനായിട്ട് ബസ്സിലായിട്ട് അങ്ങനെ ഒരുമിച്ച് പോന്നു. പിന്നെ നമുക്ക് ഓരോ പാർട്ടികളുടെ സഹായം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് എഫക്ട് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ സുരക്ഷ സേഫ്റ്റി നോക്കി നമ്മൾ ഞങ്ങളുള്ളൂ. പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു. നൈറ്റ് കണ്ടു, ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പോൾ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് എല്ലാവരും കുറേ പേര് ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്ന് പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും. പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രെയിൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം ആയതുകൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ എക്സാംസ് ഓൺലൈൻ ആക്കി, അപ്പോൾ അതുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ 9ഓളം പേരുണ്ട്. ആ ട്രെയിനിൽ ഡൽഹിയിൽ വന്നു, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോകുന്നു.